ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുഹൂർത്ത സമയമായി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ കിരണിനെ ആ ഭാഗത്തേക്ക് കാണാനില്ല. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കല്യാണി കാദംബരിയോട് പറയുന്നുണ്ട്, ഒന്ന് നോക്കിയേ കിരണേട്ടനെ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ രതീഷേട്ടൻ്റെ അരികിലേക്ക് ചെന്നിട്ട് രതീഷിനോട് വിവരം പറയുകയാണ്. കിരൺ സാർ എന്തിയെ അവിടെ കല്യാണി അന്വേഷിക്കുന്നുണ്ട്, മുഹൂർത്തമായി താലികെട്ട് നടത്തണ്ടേന്ന് പറയുകയാണ്. ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ രതീഷ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ രതീഷ് അവിടെ നിന്നും പോയിട്ട് അവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് നമ്മുടെ കിരണിനെ. അങ്ങനെ തിരികെ എത്തുന്ന കാദംബരിയോട് കല്യാണി ചോദിക്കുന്നുണ്ട്, എന്തായി കിരണേട്ടനെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ രതീഷേട്ടൻ നോക്കാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ സ്വയം ഇറങ്ങി നോക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിലോ ഗംഗയാണെങ്കിൽ കല്യാണിയുടെ തൊട്ടുപുറകിലായി തന്നെ തോക്കം പിടിച്ച് നിൽക്കുന്നുണ്ട്. കല്യാണിയെ കണ്ട പാടെ തന്നെ അവൻ വേഗം മറഞ്ഞു ഇരിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണി അവിടെയൊക്കെ കിരണെ നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. ഒടുവിൽ തിരികെ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മണ്ഡപത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശനും അതുപോലെ അമ്മൂമ്മയൊക്കെ പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും സമയമായി, ഇനിയിപ്പോൾ ആരും നോക്കണ്ട, എന്തായാലും താലി എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ അമ്മ താലി എടുത്ത് ദിലീപിൻ്റെ കയ്യിൽ കൊടുക്കുകയും ദിലീപ് അത് കാർത്തികയുടെ കഴുത്തിൽ കെട്ടുകയും ചെയ്യുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പൂവുകളൊക്കെ ഇട്ട് അവരൊക്കെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് കുറേ അകലെയായിട്ട് നമ്മുടെ ഗംഗ 5 ബുള്ളറ്റ് നിറച്ചിട്ടുള്ള ആ ഒരു തൂക്കം പിടിച്ചിട്ട് ഇങ്ങനെ ചൂണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഇതെടുത്തിങ്ങനെ, അതായത് തോക്കെടുത്ത് ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കുന്ന സമയം തന്നെ അവൻ്റെ പുറകിൽ നിന്ന് അടി കിട്ടുകയും അവൻ്റെ കയ്യിലുള്ള തോക്ക് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴേക്കും അവിടെ ഒരു ശബ്ദമോ ബഹളമോ ഒന്നും ഇല്ലാതിരിക്കാൻ ഈ പറയുന്ന കിരൺ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവനെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോയിട്ട് ഊട്ടുപുരയിൽ, അതായത് ഹാളിൻ്റെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ കൊണ്ടിട്ടാണ് കിരൺ ഇടിക്കുന്നത്. അങ്ങനെ കിരൺ അവനെ ഒറ്റയ്ക്ക് തന്നെയാണ് കൈകാര്യം ചെയ്തത്. അവനും തിരികെ ഇടിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന രതീഷും അതുപോലെ വേലുവും കൂടി അന്വേഷിച്ച് തന്നെ നടക്കുകയാണ്. നമ്മുടെ ഇവനെ, അതായത് കിരണിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. രതീഷ് പറയുന്നുണ്ട്, ആ മുഹൂർത്ത സമയത്ത് കിരൺ സാർ അവിടെ എത്തിയില്ല. അപ്പോൾ കിരൺ സാറിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, എന്തൊക്കെയോ പിടികിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടേക്ക് വരാഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കി അവസാനമാണ് ഈ പറയുന്ന നമ്മുടെ കിരൺ ഇവനെ തല്ലി ചതയ്ക്കുന്ന കാഴ്ച അവർ കാണുന്നത്. അവരും അങ്ങനെ ഓടി വരികയാണ്. ഗംഗയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും ഓടിപ്പോകാൻ നിൽക്കണ നേരം തന്നെയാണ് വേലുവും രതീഷും കൂടി അവിടേക്ക് വരുന്നത്. അവരും കൂടി തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ണ് വെട്ടിച്ച് ഒരു വിധത്തിൽ കാലൊക്കെ അടികിട്ടിട്ട് ഒടിഞ്ഞ പോലെ ആവുന്നുണ്ട്. അങ്ങനെ കാലൊക്കെ ഉന്തി അവൻ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആ പുറത്ത് കിടക്കുന്ന ആംബുലൻസ് തൻ്റെ കൂട്ടുകാർക്കൊപ്പം അതിൽ കയറി രക്ഷപ്പെടാനാണ് അവൻ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും പുറകിൽ നിന്ന് ഒരു ഇരുമ്പ് വടി കൊണ്ട് അവർ ഗംഗയുടെ തലയ്ക്കടിക്കുകയാണ്. ആ ഒരു അടിയിൽ തന്നെ അവൻ ബോധം പോയിട്ട് അപ്പം തന്നെ അവിടെ വീഴുകയാണ്. അതുപോലെ തന്നെ തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നൊഴുകി അവൻ അവിടെ നിലമടിച്ച് വീഴുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ കിരൺ പറയുന്നുണ്ട്, നമുക്ക് ഇവനെ ഇവിടെ നിന്ന് മാറ്റണം, ഇവിടെ ആരും ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞതായിട്ട് ആരും അറിയണ്ട, പിന്നെ പോലീസോ ആൾക്കാരോ ഒന്നും ഇപ്പം തൽക്കാലം ഈ ഒരു കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ആരും ഇത് അറിയണ്ട, നമുക്ക് ഇവനെ എവിടെയെങ്കിലും മറവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് അവനെ ഒരു പായ എടുത്തിട്ട് ആ പായയിൽ മടക്കി കൂട്ടി കെട്ടി വെക്കുകയാണ്. എന്നിട്ട് ആ പായയോട് കൂടി തന്നെ കിരണിൻ്റെ വണ്ടിയുടെ പുറകിലായിട്ട് അങ്ങനെ ഡിക്കിയിൽ അങ്ങനെ ഇട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഞാൻ ഇവനെ കൊണ്ടുപോയി കളഞ്ഞോളാം, പക്ഷേ ഒരു കാരണവശാലും ഞാൻ എവിടെ പോയി എന്നോ എന്നെ ആരെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ള കാര്യമൊന്നും ആരോടും പറയരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കല്യാണി അവള് 6th സെൻസ് ഉള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മണത്തറിയും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരി സാർ എന്തായാലും പോയിട്ട് വായോ എന്ന് പറയുമ്പോൾ അപ്പോൾ കിരണിൻ്റെ കൂടെ വേലു പോകുന്നുണ്ടാവും. അങ്ങനെ 2 പേരും കൂടി അവിടെ നിന്നും പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന പ്രകാശനൊക്കെ വലിയ ആശ്വാസമാകുന്നുണ്ട്. പ്രകാശൻ പറയാണ്, എന്തായാലും
കുറേ നാളുകൾക്ക് ശേഷം വലിയൊരു സന്തോഷമാണ് ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഒരുപാട് വിഷമങ്ങൾ അതിൻ്റെ ഇടയിലൂടെ കടന്നുപോയി. ദീപയുടെ മരണം, അതുപോലെ തന്നെ മോൻ്റെ അച്ഛൻ്റെ മരണം, അങ്ങനെ ഒരുപാട് ഈ പറയുന്ന അമലുവിൻ്റെ അച്ഛനെ കൊന്നതും ഈ പറയുന്ന ദുഷ്ടനാണല്ലോ, ഗംഗപ്രസാദ് ആണല്ലോ, അവനിനി ഇവിടേക്ക് എത്തിപ്പെടുക. അവൻ എന്തായാലും കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവനൊരു തടസ്സമായി ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇനി അതാണ് ഒരു പേടി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദാസ് എന്ന് പറയുന്ന ആ ഒരു സെക്യൂരിറ്റി പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം അവനെ ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്നിട്ടുണ്ടാവും ചേട്ടൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ടായെന്ന് അങ്ങനെ പറയുകയാണ്. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദിലീപും അതുപോലെ ഇവളും കൂടിയിട്ട്, കാർത്തികയും കൂടിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം മേടിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അച്ഛൻ രണ്ടുപേരെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. പിന്നീട് അവരങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. ആ സമയത്തും ഈ പറയുന്ന കല്യാണി കിരണിനെ കാണാത്തതിലുള്ള ടെൻഷൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴും രതീഷിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ കിരണേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട്, എന്തായാലും അവനെ പേടിച്ചിട്ട് അവനെ ഇവിടേക്ക് വരാതിരിക്കാൻ അതിനുള്ള നിരീക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിരൺ സാർ അങ്ങനെ നടക്കുകയാണ്. കല്യാണി ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. വരും, കിരൺ സാർ വരും എന്നിങ്ങനെ പറയുകയാണ്. ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. എന്തായാലും കല്യാണം ഭംഗിയായി നടന്നല്ലോ, അവന് എന്തായാലും വന്നില്ല, ഇനിയിപ്പോൾ എന്താ കിരണേട്ടൻ എന്താ കാണാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കല്യാണി തൻ്റെ സംശയങ്ങളും വിഷമങ്ങളും അങ്ങനെ പറയുകയാണ്. എന്തായാലും അവനെ കൊണ്ട് മറവ് ചെയ്യുന്നുണ്ട്. അവന് ജീവനില്ല എന്ന് തന്നെയാണ് കിരൺ വിശ്വസിച്ചിരിക്കുന്നത്. അവനെയും കൊണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ മുൻപും ഉണ്ടായിരുന്ന പോലെ ഇനിയിപ്പോൾ വീണ്ടും അവൻ തിരികെ വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. അവന് മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നതൊക്കെ. അതിനുശേഷമാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെയാണ് പിന്നെ നമ്മുടെ കാർത്തികയുടെ ജീവിതത്തിൽ വരുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കിരൺ കല്യാണിയോട് ആ ഒരു സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യവും കല്യാണി നിന്ന് മറച്ചു വെക്കാത്ത കിരൺ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ രതീഷും വേലുവും സത്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടവരോടൊക്കെ തന്നെ ഗംഗയ്ക്ക് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ഇനിയിപ്പോൾ ദിലീപിനും അതുപോലെ നമ്മുടെ കാർത്തികയ്ക്കും സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി അവരോടും അയാൾ സത്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പേടിച്ച് അവരുടെ ജീവിതം അങ്ങനെ പോകില്ല. അതുകൊണ്ട് അവരോടും കൂടി സത്യം പറയുകയാണ്. ഇനിയിപ്പോൾ പോലീസും കൂട്ടും അവനെ അന്വേഷിച്ച് വരില്ല, അതുകൊണ്ട് ഇനി അങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. സന്തോഷത്തോടുള്ള ഒരു ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കല്യാണിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിള്ളൽ വന്ന് വീഴുന്നുണ്ട്. അത് മറ്റൊന്നല്ല, നമ്മുടെ കിരണിനെ മോഹിക്കുന്ന സരയു തന്നെയാണ്. അങ്ങനെ സരയു മറ്റൊരു സ്ത്രീ ആയിട്ട് ഇത്രയും നാളും സ്നേഹമുണ്ടായിരുന്ന സരയുവിന്റെ മനസ്സിലേക്ക് വലിയൊരു വിഷം തന്നെയാണ് വന്ന് വീണിട്ടുള്ളത്. അങ്ങനെ കിരണിനെ തട്ടിയെടുക്കണം, കല്യാണിയെ കൊല്ലണം, കല്യാണിയെ കിരണിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ആ സ്ഥാനം തനിക്ക് കിട്ടണം, തൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം തന്നെ നല്ലൊരു മരുമകനെ തൻ്റെ അച്ഛന് കൊടുക്കണം, അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനെ മാമനല്ല അച്ഛനായിരിക്കണം കിരൺ എന്നൊക്കെ തന്നെയാണ് സരയുവിൻ്റെ ആ ഒരു ഇത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സരയോ കുബുദ്ധിയോടുകൂടി കുരുട്ടുബുദ്ധിയോട് കൂടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല വിഷമത്തിന് ഇടവരുന്നുണ്ട് നമ്മുടെ കല്യാണിക്ക്. അതുപോലെ തന്നെ കിരണിനെയാണെങ്കിലും കിരണ് ആദ്യം മനസ്സിലാകുന്നൊന്നുമില്ല സരയുടെ ഈ പ്രവർത്തികൾ, പക്ഷെ അത് കല്യാണിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ സരയുവിൻ്റെ പ്രവൃത്തി കിരണ് മനസ്സിലാക്കി തുടങ്ങുമ്പോഴായിരിക്കും കിരൺ സരയുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതും അതുപോലെ തന്നെ അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ അവളുടെ മനസ്സ് നോവിപ്പിക്കുന്ന രീതിയിൽ അവളോട് സംസാരിക്കുകയും ചെയ്തിട്ട് അവൾ അങ്ങനെ പെങ്ങളുടെ സ്ഥാനം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്